ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ അവിടെ നമ്മൾ മഷ്റൂം വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മഷ്റൂം ഫ്രൈ ആണ്, അതായത് കൂൺ ഫ്രൈ. വളരെ ഈസി ആയിട്ട് കൂൺ പെപ്പർ ഫ്രൈ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം നോക്കാം. വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ധന്യാസ് ഓൺ വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. നമുക്കൊരു കടായി എടുത്ത് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ 3/4 ടീസ്പൂൺ ചെറിയ ജീരകം, 3/4 ടീസ്പൂൺ വലിയ ജീരകം, 3/4 ടീസ്പൂൺ കുരുമുളക് ഇത്രയും ഇട്ട് ഒന്ന് കളർ മാറി വരുന്നവരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കാം. വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് മഷ്റൂമിൻ്റെ ഫ്രണ്ടിലുള്ള തൊലി ജസ്റ്റ് ഒന്ന് കളഞ്ഞെടുത്ത് ചെറിയ പീസാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു പാത്രത്തിൽ ലേശം മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് മഷ്റൂം ഇട്ട് ജസ്റ്റ് ഒന്ന് കഴുകി അപ്പം തന്നെ പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ മഷ്റൂം അതിൽ കിടന്ന് വെള്ളം കുടിക്കുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴുകി മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കാം. തുടച്ച് ക്ലീൻ ചെയ്യണവർക്ക് അങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്യും. അല്ലെങ്കിൽ മൈദയോ ആട്ടപ്പൊടി ഉണ്ടെങ്കിൽ അതിലിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അറിയതിനു ശേഷം ചെറിയ ജീരകവും വലിയ ജീരകവും കുരുമുളകും കൂടി തരിയായി പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് 1 സ്പൂൺ വലിയ ജീരകവും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് 2 മീഡിയം സവാള ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. സവാള നല്ല പോലെ വഴന്ന് വരണം. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് സവാള നല്ല പോലെ വഴറ്റി കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് എടുത്ത് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് വരുന്നതായിരിക്കും. അപ്പോൾ മൂടിയെ മാറ്റി വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. വഴന്ന് വരുന്നവരെ ഇതുപോലെ ചെയ്തെടുക്കുക. നല്ലപോലെ വഴന്നതിന് ശേഷം നമുക്ക് മറ്റ് ചേരുവകൾ ചേർക്കാവുന്നതാണ്. സവാള ഇപ്പോൾ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 2 പച്ചമുളക് എടുത്ത് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാലയും നമ്മൾ നേരത്തെ ജീരകം, ചെറിയ ജീരകവും കുരുമുളക് കൂടി പൊടിച്ച് വെച്ചത് പകുതി ചേർത്ത് കൊടുക്കുക. പൊടികളുടെ പച്ചക്കുത്ത് മാറുന്ന വരെ 2 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാറിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തിരുന്നു. ആ ജാറിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ആ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചൂടാക്കിയെടുക്കുക. ആ ചൂടുവെള്ളമാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത്. ആ മിക്സിയുടെ ജാറിലെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് പോകണ്ടെന്ന് കരുതിയിട്ടാണ് അതിലൊന്ന് കഴുകിയെടുത്ത വെള്ളം എന്ന് ഞാൻ പറഞ്ഞത്. സാധാരണ വെറുതെ ഉള്ള ചൂടുവെള്ളം 1/2 ഗ്ലാസ് ചൂടാക്കിയിട്ട് അത് ഒഴിച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ആ വെള്ളം നല്ലപോലെ ഒന്ന് വറ്റി വരണം. ഈ സമയം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വഴന്ന് ഇത് വെള്ളമൊക്കെ വറ്റി അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ സവാളൊക്കെ ഒന്നും കൂടി ഒന്ന് വഴന്ന് വരുന്നതായിരിക്കും. ഇപ്പോൾ അതിൽ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയം ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ മസാല എല്ലാ കൂണിലോട്ടും പിടിക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാ ഭാഗത്താവുന്ന വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലോട്ട് ഇനി നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കൂണിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം മാത്രം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. അത്യാവശ്യം നല്ല പോലെ വെള്ളം കൂണിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ജീരകം, ചെറിയ ജീരകം, കുരുമുളകിൻ്റെ ബാക്കിയുള്ള പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി 2-3 പച്ചമുളക് നടു കീറിയത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കുമ്പോൾ അതിൽ ബാക്കി വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വന്നോളും. അപ്പോൾ നമ്മുടെ ഇട്ട് കൊടുത്ത പച്ചമുളകും ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ടാവും. ഇനി ഇതിലോട്ട് എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ഉപ്പ് കുറവുണ്ടെങ്കിൽ ലേശം ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ലപോലെ മിക്സാക്കി നല്ലപോലെ വെള്ളം വറ്റി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റായിട്ട് വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു കൂൺ പെപ്പർ ഫ്രൈ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലപോലെ വെള്ളം വറ്റി വന്ന് തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒരു പകുതി നാരങ്ങയുടെ ചെറുനാരങ്ങ നീരും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തീ ഓഫാക്കിയതിന് ശേഷമാണ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുളി അനുസരിച്ചിട്ട് വേണം ഉപ്പും കൂടി കറക്റ്റ് പാകത്തിനാക്കി എടുക്കാൻ. എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നല്ല കറക്റ്റ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കൂൺ പെപ്പർ ഫ്രൈ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. 200 ഗ്രാം കൂണിൻ്റെ പാക്കറ്റ് വെച്ചിട്ടാണ് ഞാനൊരു പെപ്പർ ഫ്രൈ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. 4 പേർക്കോ 5 പേർക്കോ സുഗമമായിട്ട് കഴിക്കാനുള്ള വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ഫ്രൈ ആണ്.
എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുന്ന ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.